സുവർണാവസരമായോ ശബരിമലയിൽ എന്നാണ് ചോദ്യം. ജിമ്മി, മറ്റൊരു സുവർണാവസരമാണോ? ഒരുപാട് പേർക്ക് സുവർണാവസരമാണ്. പ്രശ്നം എന്തായാലും ഒരു പോറ്റിയിൽ അവസാനിക്കില്ല. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, എന്ത് ചോദിച്ചാലും ദേ അത് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാനും ഇനി പറ്റില്ല. അടിസ്ഥാനപരമായി വിജയമല്യ കൊണ്ടുവന്ന് കൊടുത്ത സ്വർണം 30 കിലോ സ്വർണം, അതിൽ കുറച്ച് ഈ ശില്പത്തിൽ ചാർത്തിയിട്ടുണ്ട്. അത് 5 കിലോയാണോ 800 ഗ്രാമാണോ അത് നമുക്കറിയില്ല. എന്തായാലും ആ സ്വർണം എവിടെ പോയി എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ആ ചോദ്യം കോടതി ഉന്നയിച്ചതാണ്. ഈ കോടതി ഉന്നയിച്ച സമയത്ത് അത് പോറ്റിയുടെ പീഠത്തിൽ തട്ടി ആദ്യം ഡിഫ്ലക്റ്റ് ആയിപ്പോയി. ഇപ്പോൾ വീണ്ടും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. അതിന് കൃത്യമായൊരു മറുപടി ദേവസ്വം ബോർഡിന് പറയാനില്ല. സർക്കാർ സംവിധാനങ്ങൾ, മന്ത്രി അടക്കം ഇപ്പോൾ മിണ്ടുന്നുമില്ല. ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അദ്ദേഹം ഇനി അങ്ങോട്ട് മൗനത്തിലാകും എന്നാണ് ഞാൻ കേൾക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് 2025 എൻ്റെ കാലത്ത് വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. പക്ഷേ ചോദ്യം 2019 2019 എങ്ങനെയാണ് വിജയമല്യയുടെ സ്വർണം പൂശിയ തകിട് വെറും ചെമ്പ് തകിടായി പുറത്തേക്ക് പോയത്? അതിന് കൃത്യമായ രേഖ ദേവസ്വം ബോർഡ് തന്നെ തയ്യാറാക്കിയ മാസ്റ്ററും അതിന് മുന്നോടിയായിട്ട് ഇത് പണിക്ക് കൊടുത്തപ്പോൾ തയ്യാറാക്കിയ ഓർഡറുമാണ്. ആ ഓർഡറിൽ ചെമ്പ് തകിടെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മളോട് സംസാരിച്ച ഏറ്റവും അവസാനം ചോദ്യം ചെയ്യലിന് മുമ്പ് സംസാരിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്, നിങ്ങളും കണ്ടതല്ലേ രേഖ, ആ രേഖയിൽ ചെമ്പ് തകിടാണ്, അപ്പോൾ എന്നോട് സ്വർണം എവിടെയെന്ന് ചോദിച്ചിട്ട് എന്ത് കാര്യം? ഒരു സാധ്യത ഈ പോറ്റി തന്നെ ഇത് എടുത്തുകൊണ്ട് പോയതാണോ? ഒരുപാട് പേർ അങ്ങനെ ആരോപിക്കുന്നുണ്ട്. പക്ഷേ രേഖകളാണ് തൽക്കാലം സംസാരിക്കേണ്ടത്. ആ രേഖ അനുസരിച്ചാണെങ്കിൽ സംസ്ഥാന ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളും അത് അയാൾക്ക് കൊടുത്തു വിട്ടത് ചെമ്പ് തകിടാണെന്ന് എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചിരുന്ന ചെമ്പ് തകിട് എവിടെ പോയി? 1999 മുതൽ 2019 എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് സംഭവിച്ചത്? അതെങ്ങോട്ട് മാറ്റിവെച്ചു? ഇതിനെല്ലാത്തിനും ഉത്തരം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പറഞ്ഞേ പറ്റൂ. അതാണ് സിറ്റുവേഷൻ. അതിൽ യാതൊരു മാറ്റവുമില്ല. ഇനി ആകെ ഒരു സാധ്യത എന്താ? ഒരു കള്ളൻ്റെ കഥയുണ്ട്. അമേരിക്കയിൽ നിന്ന് മെക്സിക്കോ അതിർത്തിയിൽ ഇത്രയും വലിയ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള നടപടികൾ നടക്കുന്നതിന് മുമ്പ് ഒരാൾ കള്ളക്കടത്തുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം. അയാൾ സ്ഥിരമായി അതിർത്തി ക്രോസ് ചെയ്ത് പോകും, ബൈക്കിലാണ് പോവുക. ഇയാൾ എന്താണ് കടത്തുന്നതെന്ന് ആർക്കും അറിയില്ല. വർഷങ്ങളോളം ഈ കടത്ത് നടന്നാണ് പറയുന്നത്. കഥയാണ്, സത്യം എനിക്കറിയില്ല. എല്ലാം കഴിഞ്ഞ് ഒരു 10-20 വർഷം ഈ പണി ചെയ്ത് റിട്ടയർ ചെയ്തതിന് ശേഷം അയാൾ പറഞ്ഞു, ഞാൻ കടത്തിക്കൊണ്ടിരുന്നത് ദേഹത്തുള്ള സാധനമൊന്നും ആയിരുന്നില്ല, ആ ബൈക്കായിരുന്നു. ഓരോ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ ബൈക്ക് പോവും, ബൈക്കിൻ്റെ കമ്പോണൻസ് എല്ലാം ഊരി മാറ്റും, ആക്രി സാധനം ഫിറ്റ് ചെയ്യും, തിരിച്ചു വരും. അടുത്ത പ്രാവശ്യം വേറൊരു ബൈക്ക് പോവും, തിരിച്ചു വരും. ഇങ്ങനെ കൺകെട്ട് വിദ്യ ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന സ്വാഭാവികമായ സംശയം. ഒരു സാധ്യത ഇപ്പോൾ പലരും പറയുന്നതാണ്. അബദ്ധത്തിന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഇത് ചെമ്പ് തകിടാണെന്ന് എഴുതി വെച്ചു. വലിയ അബദ്ധമാണ്. കാരണം 1999 ഇത് സ്വർണം പൂശിയ തകിടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ വർഷങ്ങൾ പോകെ ഉദ്യോഗസ്ഥർ മാറുന്നു, സംവിധാനങ്ങൾ മാറുന്നു, രജിസ്റ്റർ അടക്കം ഒരു മാങ്ങാത്തൊലി അവിടെ ഇല്ല എന്നൂടെ കരുതിക്കോളൂ. അതാണല്ലോ ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം കോടതി ചോദിക്കുമ്പോൾ രേഖയുടെ രജിസ്റ്ററോടെ ചോദിക്കുമ്പോൾ 2 ദിവസം നമ്മുടെ ദേവസ്വം ബോർഡ് ഇരുട്ടിൽ തപ്പുകയാണ്. അവസാനം കോട്ടയം ജില്ലയിൽ നിന്ന് വിജിലൻസിനെ അയച്ചിട്ടാണ് ശബരിമലയിൽ പോയി ഇവർ അകത്ത് കയറി തപ്പിയിട്ടാണ് ഉള്ള മകസറെങ്കിലും എടുത്തുകൊണ്ട് വരുന്നത്. അതുവരെ അതുപോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ശബരിമലയിലെ സ്വർണത്തിൻ്റെ കണക്കോ ഒന്നുമില്ലാതിരുന്ന ഒരു സാഹചര്യം, 20 വർഷം അങ്ങനെ കണക്ക് സൂക്ഷിക്കാത്ത ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ ഇങ്ങേ തലക്കൽ ഇത് വീണ്ടും പണിയാനായി ഊരിയെടുക്കുമ്പോൾ അബദ്ധത്തിന് സ്വർണ്ണ തകിടിന് പകരം ചെമ്പ് തകിടെന്ന് എഴുതി വെച്ചു. ഇതൊരവസരമായി കണ്ടുകൊണ്ട് ഇത് കിട്ടിയാൽ പോറ്റി. കാരണം ഈ തകിടുമായി പുറത്തേക്ക് പോയ ആൾ മദ്രാസിൽ ഈ പണി ചെയ്യുന്ന സ്ഥലത്തെത്തുന്നത് 40 ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ ഒരു 40 ദിവസത്തെ ഗ്യാപ്പുണ്ട്. ഇതൊക്കെ സാധ്യതയാണ്, അദ്ദേഹം ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ഈ 40 ദിവസത്തിനിടയ്ക്ക് ഈ തകിട് മാറ്റി, സ്വർണ്ണ തകിടുകൾ മാറ്റി പുതിയ തകിടുകൾ ഉണ്ടാക്കി അതാണ് അവിടെ പണിയിക്കാൻ കൊണ്ടുവന്നത്. അതിനൊരു തെളിവ് കൂടിയുണ്ട്. ഈ തകിടുകൾ തിരിച്ച് ശബരിമലയിലെത്തി ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പഴയതുപോലെ ഈ ശില്പത്തിൽ അത് ഫിറ്റാകുന്നില്ല. അങ്ങനെയാണ്, പീഠം ഉറയ്ക്കുന്നില്ല, പിന്നെ വേറെ പീഠം കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഇത് ശബരിമലയിൽ നിന്ന് 2019 ഇളക്കി കൊണ്ടുപോയ അതേ തകിടാണ്. ഇനി സ്വർണ്ണം ഇല്ലാന്ന് തന്നെ വിചാരിച്ചോളൂ, ചെമ്പ് തകിടായിക്കോട്ടെ. അത് അവിടെ കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ചു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഫിറ്റ് ആവാത്തത്? എന്തുകൊണ്ടാണ് പീഠം ഇളകി പോകുന്നത്? അപ്പോൾ അങ്ങനൊരു മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടാകാം, ഉണ്ടാകാതെയും ഇരിക്കാം. ഈ കള്ളൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല, എങ്ങനെയാണ് എവിടെയാണ് ഈ മറിമായി നടന്നത്. പക്ഷേ സംഭവം അതല്ല. 2019 അവിടെ നിന്ന് ഇളക്കിയ പ്ലേറ്റ്സ് അല്ല തിരിച്ചു വരുമ്പോൾ ഉള്ള പ്ലേറ്റ്സ്. അതിന് സംശയമൊന്നുമില്ല. ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനൊരു വലിയൊരു ഫ്രോഡ് നടത്തിയിട്ടുണ്ടോ? അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ആ വഴിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തെളിയിക്കപ്പെടട്ടെ. പക്ഷേ ഇങ്ങനെയൊരു മോഷണവും ഇങ്ങനൊരു മഹാ ഫ്രോഡും നടത്താൻ ഒരു സിനിമാ കഥയാക്കേണ്ട ഒരു പ്ലോട്ടാണ് ഞാൻ പറഞ്ഞത്. അത് നടത്താൻ അവസരമുണ്ടായത് എങ്ങനെയാണ്? ശബരിമലയിൽ ഒരു രേഖയുമില്ല.
ശബരിമലയിൽ ഒന്നിനും ഒരു കണക്കുമില്ല. ഒരു 10 വർഷം കഴിഞ്ഞ് ഒരു ഉദ്യോഗസ്ഥൻ്റെ ഓർമ്മയിൽ നിന്നൊരു പഴയ കാര്യം മാഞ്ഞു പോയാൽ പിന്നെ അവിടെ എന്തും നടക്കും. ഇതല്ലേ അടിസ്ഥാനപരമായ പ്രശ്നം? ഈ പ്രശ്നം വളരെ ഗുരുതരമായ ഒന്ന് തന്നെയാണ്. ബാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ചെമ്പ് തകിടുകളോ സ്വർണം പൂശിയ തകിടുകളോ ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി അവിടെ പൂജ നടത്തിയില്ല, അതൊക്കെ പ്രൊസീജിയറൽ എറേഴ്സാണ്. അത് വേണമെങ്കിൽ നമുക്ക് ശബരിമല തിരിച്ചുകൊണ്ട് ഒരു പരിഹാരക്രിയയൊക്കെ ചെയ്ത് സ്ത്രീകൾ കയറിയപ്പോൾ പരിഹാരക്രിയ മൊത്തത്തിൽ നടത്തിയില്ലേ, അതുപോലെ പരിഹാരക്രിയയൊക്കെ നമുക്ക് അത് തീർക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തിയിരിക്കട്ടെ, അതും മൈനർ ഒഫൻസാണ്. പക്ഷേ ഇങ്ങനെ ഒരു കള്ളത്തരം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. വർഷങ്ങളായി പൂജിക്കപ്പെടുന്ന ദ്വാരപാലക പീഠത്തിൻ്റെ പാളികളാണ് കൊണ്ടുപോയത്. അത് വേറെ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ, സ്വർണം വേറെ ആർക്കെങ്കിലും ഉരുക്കിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വളരെ വലിയ കുറ്റമാണ്. അങ്ങനെ ഒരു അവസരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അങ്ങനെ പിടിക്കപ്പെട്ടാൽ സർക്കാരിന് വേണമെങ്കിൽ പറയാം, ഞങ്ങളിത് പിടിച്ചു, കണ്ടോ, ഞങ്ങൾ തെളിയിച്ചു എന്ന് പറയാം. പക്ഷേ അപ്പോഴും ഇതിന് അവസരമുണ്ടാക്കിയത് ശബരിമലയിൽ ഒരു രേഖയുമില്ല ഒന്നിനും, ഒരു വ്യവസ്ഥയുമില്ല ഒന്നിനും എന്ന് തെളിയിക്കപ്പെടുകയാണ്. അപ്പോൾ 2 തരത്തിലായാലും ഈ കള്ളം തെളിയിക്കപ്പെട്ടാലും, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തെളിയിക്കപ്പെട്ടാലും, ഇനിയല്ല ഇത് തെളിയിക്കപ്പെട്ടില്ലെങ്കിലും 2019 എങ്ങനെയാണ് ചെമ്പ് തകിടുകൾ എന്നെഴുതി സാധനങ്ങൾ പുറത്തേക്ക് പോയത്, അപ്പോൾ പിന്നെ ഈ തകിട് എവിടെ പോയി എന്നുള്ളതിൻ്റെ അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത് ശബരിമലയിൽ വ്യക്തമായ ബുക്ക് കീപ്പിംഗ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതൊന്ന്. 2, കഴിഞ്ഞ ചർച്ചകളിൽ ഞാൻ പറഞ്ഞതുപോലെ ശബരിമലയിലെ മേൽശാന്തിയുടെയോ കീഴ്ശാന്തിയുടെയോ സഹായമായി വന്ന ഒരാളെ എങ്ങനെയാണ് നിങ്ങൾ സ്പോൺസറാക്കി ഈ കാര്യങ്ങളൊക്കെ കൊടുത്തു വിടുക? ശബരിമലയിലെ ഇപ്പോൾ ചെമ്പ് തകിടാണെന്ന് തൊട്ടെ ശബരിമലയിലെ പ്രധാനപ്പെട്ട സാധനങ്ങളാണല്ലോ. ഇതുകൊണ്ട് പോറ്റി അങ്ങ് പോയിരുന്നെങ്കിലോ? അങ്ങ് പോയി എന്ന് വിചാരിക്കുക, എവിടെ പോയി അന്വേഷിക്കും? ഇദ്ദേഹം ആരാ? ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ സ്പോൺസർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഇദ്ദേഹത്തിന് അങ്ങനെ പണവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവതാരങ്ങളെ സൃഷ്ടിച്ച് അവതാരങ്ങളെ അവിടെ കുടിയിരുത്തി അവർക്ക് വേണ്ടതും അതിന് സഹായം ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ രാഷ്ട്രീയക്കാർക്കുമൊക്കെ തിരിച്ചുള്ള സഹായം ചെയ്യുന്ന ഒരു പരസ്പര സഹായ സഹകരണ സംഘം അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുമുണ്ട്. ഈ 2 കാര്യത്തിലും ദേവസ്വം ബോർഡും സർക്കാരും ഡേഞ്ചർ സോണിൽ തന്നെയാണ്. അതുകൊണ്ട് സുവർണാവസരമാണ് പ്രതിപക്ഷത്തിന്. പക്ഷേ അതിനപ്പുറം, രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനമായ ഒരു ആരാധനാലയത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളത് ഇനിയെങ്കിലും കണ്ണു തുറക്കാനുള്ള ഒരു അവസരമായി മാറണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. Meet the editors.